മൂന്നാറിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാവുകയാണ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 12 പേർക്കാണ് അവിടെ തെരുവുനായയുടെ കടിയേറ്റത്. ആക്രമണത്തിന് ഇരയായിട്ടുള്ള ആളുകളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജെയിൻ രാജു വിവരങ്ങൾ നൽകും. ജെയിൻ, 12 പേർക്ക്, അതിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലേക്ക് എത്താൻ ആളുകൾ ഭയക്കുന്ന ഒരു സാഹചര്യം. ഈ തെരുവുനായയെ പറ്റി നമ്മൾ നമ്മുടെ പ്രശ്നം പറയുന്നതിനൊപ്പം അത് വലിയ പ്രശ്നമായി മാറുകയാണ്. ഈ കടിയേറ്റ ആളുകളുടെ നില എങ്ങനെയാണ്? നായയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള നായയാണോ? പേവിഷ ഒക്കെ ഉള്ള നായയാണോ? എന്താണ് വിവരങ്ങൾ? അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. പക്ഷേ മൂന്നാറിനെ സംബന്ധിച്ച് ഈ തെരുവുനായ ആക്രമണം അവിടെ സ്ഥിരമുണ്ടാകുന്നു എന്ന് പറയുന്നത് നാണക്കേടാണ്. 12 പേരെയാണ് ഇന്ന് മാത്രം അവിടെ തെരുവുനായ ആക്രമിച്ചത്. ആ പരിക്കേറ്റവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എപ്പോഴായിരുന്നു ഇത് ആക്രമണം ഉണ്ടായത്? രാവിലെ 10 മണിക്ക് പാൽ കച്ചവടം മൂന്നാർ മുസ്ലിം പള്ളിക്കാർ വണ്ടിയിൽ പാൽ കയറ്റാൻ പോയി വന്ന് പട്ടി മാറ്റി കയറ്റതാണ്. എവിടെയാ കടിച്ചത്? ഇത് കാലിൽ. ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ എടുത്തോ? എല്ലാം എടുത്തു. നിങ്ങൾ ഒരേ പട്ടി തന്നെയാണോ? ഒരേ പട്ടി തന്നെ, സെയിം സ്പോട്ടിൽ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. എല്ലാവരും ചോദിച്ചപ്പോൾ ആ സെയിം സ്പോട്ട് തന്നെയാണ്. മൂന്നാറിൽ നിന്ന് മറവിലേക്ക് പോകുന്ന റൂട്ടിൽ ഞങ്ങളവിടെ ചായ കുടിക്കാൻ വേണ്ടി അവിടെ ജസ്റ്റ് നിർത്തിയതാണ്. നല്ല മഴയുണ്ടായിരുന്നു. പെട്ടെന്ന് ഇത് അറ്റാക്ക് ചെയ്യുമായിരുന്നു. വന്നിട്ട് കാലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കടിച്ചിട്ട് പാൻറ് ഉൾപ്പെടെ കടിച്ചിങ്ങ് പറിച്ചെടുത്തത്. പിന്നീട് അവർ കൂടെയുള്ള ആൾക്കാർ അടിച്ചിട്ടാണ് അത് വിട്ടത് തന്നെ ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറേ അടിയൊക്കെ കൊടുത്ത് നോക്കി. അതിങ്ങനെ ഭയങ്കരമായിട്ട് ബാർഗിങ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കരമായിട്ട്. പിന്നെ കുറേ നേരം അടിച്ച് കഴിഞ്ഞപ്പോൾ അത് ഓടി അങ്ങ് പോയി. പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പറഞ്ഞു ഇവിടെ അടിമാലിയിൽ ഉള്ളതെന്ന് പറഞ്ഞു. ഇവിടെ വിളിച്ചപ്പോൾ ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു മെഡിസിൻ. പെട്ടെന്ന് തന്നെ ഞങ്ങളിങ്ങ് വന്നു. പക്ഷേ തിരക്ക് ഭയങ്കരമാണ്. അതുകൊണ്ട് എത്താൻ കുറച്ച് പ്രയാസപ്പെട്ടായിരുന്നു. എങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മെഡിസിൻ എല്ലാം അവർ ചെയ്തിട്ട് ഫസ്റ്റ് ഡോസ് അതിൽ ടെസ്റ്റ് ഡോസ് ആയി കൊടുത്തിരിക്കുന്നതല്ല. ഇനിയിപ്പോൾ ഏകദേശം അരമണിക്കൂറുകൂടെ കഴിഞ്ഞതിന് ശേഷമേ നെക്സ്റ്റ് ഡോസുകൾ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ശരിക്കും നിങ്ങൾ എത്ര പേര് ആക്രമിച്ചു എന്ന് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ 20 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 4 ആൾക്കാരോട് ചോദിച്ചപ്പോൾ 4 ആൾക്കാർ സെയിം സ്പോട്ടിൽ തന്നെയാണ്. അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ, അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ പറഞ്ഞു ഇപ്പോൾ തന്നെ 3 ആൾക്കാരെ അടിച്ചതേ ഉള്ളൂ, പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മെഡിസിൻ അവൈലബിൾ ആയതുകൊണ്ട് നമുക്കൊരു എന്തായാലും ആ ഒരു സഹായമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും മൂന്നാറിൽ നിന്ന് ഈ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായ ആളുകൾ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരുവുനായ ശല്യം ആ മേഖലയിൽ രൂക്ഷമായിരുന്നു. ABC സെൻറ്റർ ഇടുക്കി ജില്ലയിലില്ല. അതുകൊണ്ട് തന്നെ തെരുവുനായ വന്ധീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടക്കുന്നില്ല. തെരുവുനായ വന്ധീകരണത്തിന് ABC സെൻറ്റർ സ്ഥാപിക്കുമെന്ന് നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയൊക്കെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം. 12 പേരെയാണ് ഇന്ന് തെരുവുനായ മൂന്നാറിൽ മാത്രം കടിച്ചത്. അവർ താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ വിവിധ ആശുപത്രികളിലുമായിട്ട് ചികിത്സ തേടുന്നുണ്ട്. കൂടുതൽ പേർ ചികിത്സ തേടി ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നുമുണ്ട്.